ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പൗച്ചാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള പൗച്ചോ അതല്ലെങ്കിൽ സ്കൂൾ ബാഗുകൾ, ഇനി അതേപോലെ തന്നെ ജീൻസിൻ്റെയൊക്കെ സിബ്, ഇതെല്ലാം പെട്ടെന്ന് സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട്. ഇങ്ങനെ സ്റ്റക്കായിട്ടുള്ള സിബ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്മൂത്താക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പാണ് കേട്ടോ. ഏത് സോപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എവിടെയാണോ സിബിന് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ റെമഡിയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, എനിക്ക് ഈ ഒരു ഭാഗത്താണ് സ്റ്റക്കായിട്ട് കാണുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഭാഗത്ത് ഇതേപോലെ സോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ആ ഒരു സിബ് മുഴുവനായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്റ്റക്കൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് സിബ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. ഇതേപോലെ സോപ്പ് വെച്ചൊന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സിബ് ഇതുപോലെ നാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സിബ് സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതേപോലെ ജീൻസ് പാൻറ്റിൻ്റെ സിബൊക്കെ ഇതേപോലെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സിബ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അതും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ സിബ് സ്റ്റക്കായിട്ടുള്ള പൗച്ചോ അതല്ലെങ്കിൽ ബാഗോ പാൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒരു ഇളമ്പൻ സ്മെൽ ഉണ്ടാവാറുണ്ട്. കിച്ചണിലായാലും ഒക്കെ ആ ഒരു സ്മെല്ല് റിമൈൻ ചെയ്ത് നിൽക്കാറുണ്ട്, പ്രത്യേകിച്ച് മത്തി പോലെയുള്ള മീനൊക്കെ ആണെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പേസ്റ്റ് എടുത്തിട്ട് കയ്യിലേക്ക് എളുപ്പം ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഏത് പേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഞാൻ കുറച്ച് പേസ്റ്റ് കൈയിൻ്റെ ഉള്ളനടിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക. ഇതേപോലെ ഉള്ളും പുറവും കൈ കൊണ്ട് തന്നെ വെച്ചിട്ടൊന്ന് കൈവിരലുകൾക്കിടയിലൊക്കെ ഇതേപോലെ ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ആ ഒരു മീനിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടി കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്തോ വെളിച്ചെണ്ണ കാറാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. നമ്മളെങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് വെളിച്ചെണ്ണ കാറി പോകാറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവാറുണ്ട് അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒത്തിരി നാൾ വെളിച്ചെണ്ണ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുരുമുളകാണ്. അപ്പോൾ ഞാൻ ഇത്രയും കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഉള്ളൂ, അതിനനുസരിച്ച് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ആ ഒരു വെളിച്ചെണ്ണ കീപ്പ് ചെയ്യുന്ന ബോട്ടിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ വെളിച്ചെണ്ണ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് വെളിച്ചെണ്ണ കാറാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ടൊരു ക്ലീനിങ് ടിപ്സാണ്. ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഒരു വുഡ് കൊണ്ടുള്ള കട്ടിംഗ് ബോർഡാണിത്. നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കറയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട്. ഈ ഒരു കട്ടിംഗ് ബോർഡാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച് കട്ടിംഗ് ബോർഡ് ആയിക്കോട്ടെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ക്ലീനിങ് ടിപ്പ് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിനായിട്ട് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഉപ്പൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഉപ്പ് കട്ടിംഗ് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതും കട്ടിംഗ് ബോർഡിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആവശ്യമാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അത് വിനെഗറാണ്. വിനെഗർ കൂടി ഈ ഒരു ഉപ്പിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതാ ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നല്ല പോലെ പതഞ്ഞ് പൊങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട കേട്ടോ. കട്ടിംഗ് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനായിട്ട് കിട്ടും.
എന്നിട്ട് ഞാനത് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്, നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഉരച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഉപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഉരക്കുന്ന ഭാഗത്തുള്ള അഴുക്കൊക്കെ നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ടാവും. കുറച്ച് സമയം ഞാൻ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ സൈഡും കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ മറുഭാഗം കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ കാണിച്ചിട്ടില്ല, ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്ന വീഡിയോ മാത്രമേ ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഞാനിതാ കട്ടിംഗ് ബോർഡ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇളകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുത്ത് വരാം. ഇപ്പോൾ ഞാനിതാ കഴുകി നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു കട്ടിംഗ് ബോർഡിലുണ്ടായിരുന്ന അഴുക്കൊക്കെ എനിക്ക് നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ കറയൊക്കെ പിടിച്ചിട്ടുള്ള കട്ടിംഗ് ബോർഡ് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സർവ്വതും നാശമാക്കുന്ന ഒരു ജീവിയാണ് എലി. അതുപോലെയുള്ള തന്നെയാണ് പല്ലി, പാറ്റ. ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സമയത്തും എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ബേക്കിംഗ് സോഡയും മുളക് പൊടിയും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബേക്കിംഗ് സോഡയുടെ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊട്ടും കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡിഷ് വാഷ് ലിക്വിഡാണ്. നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലെങ്കിൽ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. 1 രൂപയുടെ ഷാമ്പു ഒക്കെ തന്നെ ധാരാളം മതി. ഞാൻ വളരെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് വെള്ളവും ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം വെള്ളം ചേർത്ത് ലിക്വിഡൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത സമയത്ത് എനിക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഒരു ക്രീമി പരുവത്തിലാവണം കേട്ടോ. നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയിലാണ് കേട്ടോ. കോട്ടണിലോ തുണിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് തക്കാളിയിലാണ്. അപ്പം ഞാനിതൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി 2 പീസൊന്ന് അടർത്തി മാറ്റാം കേട്ടോ. എന്നിട്ട് 1 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൽ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള എലികളെ മുഴുവനും കണ്ടം വഴി ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഒട്ടും കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നാച്ചുറലായിട്ടുള്ള റെമഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിയുടെ പാട്ടിൽ നന്നായിട്ട് തന്നെ ആ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം എലി വരുന്ന ഭാഗങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എലിശല്യം ഉണ്ടാവുകയില്ല. ഇനി 2ാമത്തെ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കുരു വരുന്ന ഭാഗം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. 2ാമത്തെ ഭാഗവും കളഞ്ഞെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മിക്സ് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു കുഴിയിൽ ഞാൻ അത്യാവശ്യം അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എലിശല്യം കൂടുതലുള്ള ഭാഗങ്ങളിൽ വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഭാഗത്തുള്ള എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ 2ലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് 1 പീസ് ഞാൻ വെച്ച് കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എലിശല്യമുള്ള ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ് കേട്ടോ. അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എലിയുടെ അല്ലെങ്കിൽ പെരിച്ചാഴിയുടെ മടയിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എലിയെ തുരത്താനുള്ള ഈ റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.